ഇന്ന് ഞാൻ ഹെൽത്തി ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്ത് പൗഡറാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പം പറയുന്നില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വളരെ ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാൻ എളുപ്പവുമാണ്, അതുപോലെ തന്നെ കൂടുതൽ പൈസ ചിലവുമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ച് വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് 8-10 കാഷ്യൂനട്ടും അതുപോലെ തന്നെ വാൾനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഒരു ബ്രൗൺ നിറം പതുക്കെ ഒന്ന് നിറം മാറണം. നമുക്കറിയാമല്ലോ ഇപ്പോൾ പായസത്തിനകത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് മൂപ്പിക്കണേന്ന്. അത്രയൊന്നും മൂക്കണ്ട, അതിനേക്കാളൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടിരിക്കണം, അത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ, അതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇത് എടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് കൊണ്ട് പൊടി കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ചേർത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കൂട്ടത്തിൽ ഇതിന്നുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ പൊടിയുടെ നിറം കണ്ടോ, ഈ നിറമാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നല്ല ബ്രൗൺ നിറമാകും. പക്ഷേ കരിയുകയും ചെയ്യരുത്. റവയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു നിറമില്ലേ, അതുപോലെ തന്നെ സ്മെല്ലും വരും. നല്ല വാസനയാണ് നെയ്ക്കകത്ത് കിടന്ന് ഈ പൊടിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ആ പാകത്തിലാണ് നമുക്ക് ഒന്ന് ഇത് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഒരല്പം നെയ്യ് കൂടി എടുക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിതിന് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മൂക്കാറായിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പാകത്തിനായത്. ഇപ്പം കളറ് കണ്ടോ, ഇതിൻ്റെ ഈ കളറാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഒരു ചുരുങ്ങിയത് ഒരു 5-6 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് ഈ പരുവന്നമാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കാഷ്യൂനട്ടും അതുപോലെ തന്നെ വാൾനട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം നിലക്കടലയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു 1/2 കപ്പോളം അതും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, വറുത്ത് വെച്ചിരുന്ന, അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ജാറിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഇട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് എന്താണെന്നറിയാമോ, ഇതാണ് ഈന്തപ്പഴം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പരുവത്തിനൊന്ന് പൊടിഞ്ഞാൽ മതി. ഇനി നമുക്കൊരു വലിയ പാത്രത്തിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഓരോ ഉരുളകളാക്കി ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ പറയട്ടെ ഇതെന്താണെന്ന്. ഇത് റാഗിയാണ്, വീട്ടിൽ ഉണക്കി പൊടിച്ച റാഗി പൗഡർ, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ആ റാഗി പൗഡർ കൊണ്ടുണ്ടാക്കിയ റാഗി ലഡുവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്